ഹലോ മക്കളെ, 6ാം ചാപ്റ്ററിൽ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാ, നിങ്ങൾ 2 ചിത്രങ്ങൾ നോക്കാതെ എക്സാം ആൾക്ക് കയറരുത്. 6ാം ചാപ്റ്ററിൽ ഒന്നാണ് നമ്മളെ ക്രിസ്പർ കാസും, ഈ ഒരു ചിത്രം നോക്കണം. ഇതെന്താ ഞാൻ പറയുന്നില്ല, ഇത് 2 നോക്കി വെച്ച മക്കളെ ഏതെങ്കിലും ഒന്നേ കാര്യം എൻ്റെ മനസ്സ് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഇന്ന് കൃത്യം പ്രഡിക്ഷൻ നമ്മൾ പറയും. അപ്പോൾ എൻ്റെ മക്കൾ ഈ ഒരു ചിത്രം നോക്കി വെക്കുക. ഈ ചിത്രം നോക്കിയിട്ട് ഇത് എന്തിൻ്റെ ചിത്രമാണ് ആദ്യത്തെ ചോദ്യം. ഈ ഒരു പ്രോസസ്സ്, ഈ പ്രക്രിയൻ്റെ എന്താണ്? റീകോമിനൻ്റ് DNA ടെക്നോളജി, റീകോമിനൻ്റ് DNA സാങ്കേതിക വിദ്യ. സാർ ഇതെന്താ സംഭവം? ഒന്നും അറിയാത്ത കുട്ടിയാണെങ്കിൽ ഈ ഷോർട്സ് മാത്രം കണ്ടാൽ മതി. സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ പേരിൽ ഇൻസുലിൻ. നമുക്കിപ്പം മെഡിക്കൽ ഷോപ്പ് പോയി കഴിഞ്ഞാൽ ഇൻസുലിൻ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചു, അല്ല മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ എങ്ങനെയാണ് മെഡിക്കൽ ഷോപ്പിൽ കിട്ടിയത്? അല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കുടുംബം കുറക്കാൻ ഇൻസുലിൻ ഗ്ലൂക്കോസിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചതല്ലേ? ഇതെങ്ങനെ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഇൻസുലിൻ ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഇൻസുലിനാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബാക്ടീരിയ ഇൻസുലിൻ ഉണ്ടാക്കുമോ? അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മനുഷ്യൻ്റെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഒരു ജീൻ ഉണ്ടാവുമല്ലോ, ഇൻസുലിൻ. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാവേണ്ട ഒരു ജീൻ ഉണ്ടല്ലോ, ആ ജീൻ എന്താക്കും? കട്ട് ചെയ്തെടുക്കും. അതേപോലെ ബാക്ടീരിയൻ്റെ ശരീരത്തിൽ 2 ടൈപ്പ് DNA ഉണ്ട്. ഒന്ന് ഇങ്ങനെയുള്ള DNA ഉണ്ട്, ഒന്ന് വട്ടത്തിലുള്ള DNA ഉണ്ട്. അതിൻ്റെ പേരാണ് പ്ലാസ്റ്റിഡ്. എന്താണ് പ്ലാസ്റ്റിഡ്? അതിനെ നമ്മൾ എന്താക്കുന്നു? ഒരു കത്രിക ഉപയോഗിച്ചിട്ട് എന്താക്കും? അതിനെ മുറിക്കും. ബാക്ടീരിയൻ്റെ വട്ടത്തിലുള്ള DNA നമ്മൾ മുറിച്ചിട്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഓരോ പ്രോസസ്സും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിക്കോ. ഫസ്റ്റ് എന്താണ്ടാ ഇങ്ങോട്ട് അതെന്താവും? പ്ലാസ്മിഡ് എന്താവും? നമ്മൾ എടുക്കും ബാക്ടീരിയൻ്റെ, അതിനെന്താവും? കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജനിതക കത്രിക, ജെനറ്റിക് സിസീസ് എന്ന് അറിയപ്പെടുന്ന റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. ഇത് ഉപയോഗിച്ചിട്ട് എന്താക്കും? നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ മനുഷ്യൻ്റെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീനെ ഇതിലെന്താക്കും? നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് ഈ DNA നമ്മൾ എടുത്തത് ബാക്ടീരിയ അല്ലേ, ഈ ബാക്ടീരിയൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ എന്താക്കും? അതിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമ്മളതിനെ കൊടുത്തയക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കടത്തിവിടും. എന്നിട്ട് ഈ ബാക്ടീരിയ നമ്മൾ നല്ല രൂപത്തിൽ വളർത്തിയിട്ട് ഈ ബാക്ടീരിയ എന്തുണ്ടാക്കാൻ തുടങ്ങും? ഇൻസുലിൻ ഉണ്ടാക്കാൻ തുടങ്ങും. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മക്കളെ റീകോമിനൻ്റ് DNA ടെക്നോളജി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും എങ്ങനെ ചോദ്യങ്ങൾ വരും എന്നൊക്കെ ഇന്ന് കൃത്യം ഏതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ കൃത്യമായിട്ട് വന്നോ, അവിടെ വെച്ച് കാണാം.